എല്ലാവർക്കും ബുക്ക്ലെറ്റിൻ്റെ അടുത്തൊരു മാരത്തോൺ സെക്ഷനിലേക്ക് സ്വാഗതം. നമ്മുടെ ബയോളജി, ജോഗ്രഫി, കേരള ഹിസ്റ്ററി ക്ലാസ്സുകൾക്ക് ശേഷം നമ്മൾ ഫിസിക്സിൻ്റെ മാരത്തോണാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. 5 മുതൽ 10 വരെയുള്ള SCERTയുടെ PSCക്ക് വേണ്ട മുഴുവൻ കണ്ടന്റും ഉൾപ്പെടുത്തിയ ഒരു വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. ഭൂമിയുടെ അന്തരീക്ഷത്തിന് പുറത്തുള്ള വായുരഹിതമായ സ്ഥലമാണ് ബഹിരാകാശം. വേട്ടക്കാരൻ ഡിസംബർ മാസത്തിൽ സന്ധ്യാസമയത്ത് കിഴക്കൻ ചക്രവാളത്തിൽ കാണാവുന്ന നക്ഷത്രഗണമാണിത്. ഇതിലെ നക്ഷത്രങ്ങളെ തമ്മിൽ യോജിപ്പിച്ചാൽ ഒരു വേട്ടക്കാരൻ്റെ രൂപം സങ്കല്പിക്കാനാകും. ഗ്രീക്കുകാർ അവരുടെ ഐതിഹ്യത്തിലെ വേട്ടക്കാരനായ ഓറിയോണിൻ്റെ പേരാണ് ഈ നക്ഷത്രഗണത്തിന് നൽകിയിരിക്കുന്നത്. സപ്തർഷികൾ ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിൽ വ്യക്തമായി നിരീക്ഷിക്കാൻ കഴിയുന്ന നക്ഷത്രഗണമാണിത്. 7 നക്ഷത്രങ്ങളെ വ്യക്തമായി കാണാവുന്നതിനാലാണ് ഈ കൂട്ടത്തിന് ഇന്ത്യയിൽ സപ്തർഷികൾ എന്ന് പേര് വന്നത്. വലിയ തവിയുടെ രൂപം സങ്കല്പിച്ച് യൂറോപ്യൻ രാജ്യങ്ങളിൽ ബിഗ് ഡിപ്പർ എന്നും ഇതിന് പേരുണ്ട്. അർസ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത്. ദൂരദർശിനിയുടെ സഹായമില്ലാതെ ഏപ്രിൽ മാസത്തിൽ വടക്കൻ ചക്രവാളത്തിലാണ് ഇത് കാണാൻ സാധിക്കുന്നത്. 7 നക്ഷത്രങ്ങളാണ് ഇവയിലുള്ളത്. വലിയ തവയുടെ രൂപം, അതുകൊണ്ട് തന്നെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ഇവയ്ക്ക് ബിഗ് ഡിപ്പർ എന്നും പേരുണ്ട്. അർസ മേജർ എന്ന നക്ഷത്രഗണത്തിൻ്റെ ഭാഗമായാണ് ഇത് കാണപ്പെടുന്നത്. സൂര്യൻ 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലുപ്പം. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെ. ഭൂമി 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലുപ്പം. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ അകലെ. സൂര്യൻ 13 ലക്ഷം ഭൂമിയെ ഉൾക്കൊള്ളാവുന്ന വലുപ്പമാണുള്ളത്. ഭൂമിയിൽ നിന്ന് 15 കോടി കിലോമീറ്റർ അകലെയാണ്. ഭൂമി 50 ചന്ദ്രനെ ഉൾക്കൊള്ളാവുന്ന വലുപ്പമാണ് ഭൂമിക്കുള്ളത്. ചന്ദ്രൻ ഭൂമിയിൽ നിന്ന് 3.84 ലക്ഷം കിലോമീറ്റർ അകലെയാണ്. ഭൂമിയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന നക്ഷത്രമാണ് സൂര്യൻ. സൂര്യനെ പോലെ കോടിക്കണക്കിന് നക്ഷത്രങ്ങൾ പ്രപഞ്ചത്തിലുണ്ട്. പല നക്ഷത്രങ്ങൾക്കും അവയെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളുമുണ്ട്. സ്വയം പ്രകാശിക്കുന്ന ആകാശഗോളങ്ങളാണ് നക്ഷത്രങ്ങൾ. എന്നാൽ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും സ്വയം പ്രകാശിക്കുന്നില്ല. അവയിൽ പതിക്കുന്ന പ്രകാശം പ്രതിഫലിക്കുന്നത് കൊണ്ടാണ് അവ പ്രകാശിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത്. ആകാശം നിരീക്ഷിക്കുമ്പോൾ നക്ഷത്രങ്ങൾ മിന്നുന്നതായും ഗ്രഹങ്ങൾ മിന്നാതെ പ്രകാശിക്കുന്നതുമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതുപോലെ ഭൂമിയും സൗരയൂഥത്തിലെ മറ്റു ഗോളങ്ങളും സൂര്യനെ ചുറ്റുന്നുണ്ട്. ആകാശഗോളങ്ങളുടെ ഈ സഞ്ചാരപാതയാണ് പരിക്രമണപഥം അഥവാ ഓർബിറ്റ്. സൂര്യനും സൂര്യനെ ചുറ്റുന്ന ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും മറ്റനേകം വസ്തുക്കളും ചേർന്നതാണ് സൗരയൂഥം അഥവാ സോളാർ സിസ്റ്റം. ക്യാമറയും മറ്റ് നിരവധി ഉപകരണങ്ങളും ഘടിപ്പിച്ച പല യന്ത്ര സംവിധാനങ്ങളും മനുഷ്യൻ ബഹിരാകാശത്തേക്ക് അയച്ചിട്ടുണ്ട്. അവ സദാ ഭൂമിയെ ചുറ്റിക്കൊണ്ടിരിക്കുന്നു. ഈ മനുഷ്യനിർമ്മിത യന്ത്രങ്ങളാണ് കൃത്രിമ ഉപഗ്രഹങ്ങൾ അഥവാ ആർട്ടിഫിഷ്യൽ സാറ്റലൈറ്റ്സ്. ഇത്തരം കൃത്രിമ ഉപഗ്രഹങ്ങളാണ് GPS ഗ്ലോബൽ പൊസിഷനിംഗ് സിസ്റ്റം പോലുള്ള സേവനങ്ങൾ ലഭ്യമാക്കുന്നത്. ഇന്ത്യയുടെ കൃത്രിമ ഉപഗ്രഹങ്ങളും അവയുടെ പ്രധാന ഉപയോഗവുമാണ് ഇൻസാറ്റ് വാർത്താവിനിമയം, എജുസാറ്റ് വിദ്യാഭ്യാസം, IRNSS ഗതിനിർണയം, കാർട്ടോസാറ്റ് ഭൗമനിരീക്ഷണം, ആർട്ടോസാറ്റ് ജ്യോതിശാസ്ത്രം, GSAT-7 എമിസാറ്റ് പ്രതിരോധം. നാം വികസിപ്പിച്ച ഒരു സ്വതന്ത്ര പ്രാദേശിക ഗതിനിർണയ ഉപഗ്രഹ സംവിധാനമാണ് ഇന്ത്യൻ റീജിയണൽ നാവിഗേഷൻ സാറ്റലൈറ്റ് സിസ്റ്റം IRNSS. GPS-ന് സമാനമായ ഇന്ത്യൻ സംവിധാനമാണിത്. ഉപഗ്രഹ വിക്ഷേപണം മെയ് 29-ന്. തദ്ദേശീയമായി വികസിപ്പിച്ച ഗതിനിർണയ ഉപഗ്രഹത്തിന്റെ വിക്ഷേപണം മെയ് 29-ന് നടക്കും. GSLV F-12 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഉപഗ്രഹത്തെ ഭ്രമണപഥത്തിൽ എത്തിക്കുന്നത്. 18 മിനിറ്റ് കൊണ്ട് റോക്കറ്റ് ഉപഗ്രഹത്തെ അതിന്റെ ഭ്രമണപഥത്തിൽ എത്തിക്കും. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം കേരളത്തിലെ തിരുവനന്തപുരം ജില്ലയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ് തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം. 1963 നവംബർ 21-നാണ് സ്ഥാപിതമായത്. തുമ്പ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രമാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് 1963 നവംബർ 21-ന് സ്ഥാപിതമായി. സതീഷ് ധവാൻ സ്പേസ് സെന്റർ ആന്ധ്രാപ്രദേശിലെ ശ്രീഹരിക്കോട്ടയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1973 ഒക്ടോബറിൽ പ്രവർത്തനം ആരംഭിച്ചു. 2 വിക്ഷേപണ തറകളാണ് ഇതിനുള്ളത്.
വിക്രം സാരാഭായ് ആണ് ഇന്ത്യൻ ബഹിരാകാശ പദ്ധതിയുടെ പിതാവ്. ഇന്ത്യയിൽ ബഹിരാകാശ സാങ്കേതികവിദ്യ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. ഇദ്ദേഹത്തോടുള്ള ബഹുമാനാർത്ഥമാണ് തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നും ചന്ദ്രയാന്റെ ലാൻഡറിന് വിക്രം എന്നും പേര് നൽകിയത്. സതീഷ് ധവാൻ. ഇസ്രോയുടെ ചെയർമാനായിരുന്നു സതീഷ് ധവാൻ. ഇന്ത്യയുടെ തനതായ ബഹിരാകാശ സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിൽ അദ്ദേഹം നേതൃത്വം നൽകി. ഇദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായിട്ടാണ് ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്ന് പേര് നൽകിയത്. ശ്രീഹരിക്കോട്ടയിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രത്തിന്റെ പേര് സതീഷ് ധവാൻ സ്പേസ് സെന്റർ എന്നും തിരുവനന്തപുരത്തെ ബഹിരാകാശ ഗവേഷണ സ്ഥാപനത്തിന്റെ പേര് വിക്രം സാരാഭായ് സ്പേസ് സെന്റർ എന്നുമാണ്. ഭൂമിയോട് ഏറ്റവും അടുത്തുള്ള ഗോളമായ ചന്ദ്രനിൽ എത്താൻ മനുഷ്യന് എന്നും ആഗ്രഹമുണ്ടായിരുന്നു. 1969 ജൂലൈ 21 ഈ സ്വപ്നം സഫലമായത്. ചന്ദ്രനിൽ മനുഷ്യനെത്തിയത് ആദ്യമായിട്ട് 1969 ജൂലൈ 21 1960 മുതൽ നടന്ന നിരന്തരമായ ഗവേഷണങ്ങളുടെ ഫലമായിട്ടാണ് ഈ നേട്ടം കൈവരിക്കാനായത്. അമേരിക്കൻ ബഹിരാകാശ ഗവേഷണ സ്ഥാപനമായ നാസയുടെ അപ്പോളോ 11 എന്ന ചാന്ദ്ര ഗവേഷണ പേടകത്തിലാണ് നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും ബഹിരാകാശ സഞ്ചാരികൾ ആദ്യമായിട്ട് ചന്ദ്രനിലെത്തിയത്. മൈക്കൽ കോളിൻസ് ആണ് ഇവരെ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചത്. ചന്ദ്രനിൽ ആദ്യമായിട്ട് മനുഷ്യൻ കാലുകുത്തിയത് 1969 ജൂലൈ 21 1969 ജൂലൈ 21 നാസയുടെ അപ്പോളോ 11 എന്ന ചാന്ദ്ര പര്യവേഷണ പേടകത്തിലാണ് നീൽ ആംസ്ട്രോങ്ങും എഡ്വിൻ ആൾഡ്രിനും ചന്ദ്രനിൽ കാലുകുത്തിയത്. മൈക്കൽ കോളിൻസ് ആണ് ഇവർ സഞ്ചരിച്ച പേടകം നിയന്ത്രിച്ചത്. 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. 1957 ഒക്ടോബർ 4 സോവിയറ്റ് യൂണിയൻ വിക്ഷേപിച്ച സ്പുട്നിക് 1 ആണ് ആദ്യത്തെ കൃത്രിമ ഉപഗ്രഹം. സ്പുട്നിക് 1 ആണ് വിക്ഷേപിച്ചത് സോവിയറ്റ് യൂണിയൻ ആണ് 1957 ഒക്ടോബർ 4. ഇതിന്റെ വിക്ഷേപണത്തോടെയാണ് ബഹിരാകാശ യുഗം ആരംഭിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിൽ ഒക്ടോബർ 4 മുതൽ 10 വരെ ബഹിരാകാശ വാരമായിട്ട് ആചരിക്കുന്നു. സ്പുട്നിക് 1 വിക്ഷേപണത്തിന്റെയും 1967 ഒക്ടോബർ 10 നിലവിൽ വന്ന അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടിയുടെയും ഓർമ്മയ്ക്കായിട്ടാണ് ഈ വാരാചരണം നടക്കുന്നത്. 1967 ഒക്ടോബർ 10 അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്നത്. അന്താരാഷ്ട്ര ബഹിരാകാശ സമാധാന ഉടമ്പടി നിലവിൽ വന്നത് 1967 ഒക്ടോബർ 10 1967 ഒക്ടോബർ 10 ചന്ദ്രയാൻ 1 നമ്മുടെ രാജ്യത്തിന്റെ ആദ്യ ചാന്ദ്ര പര്യവേഷണ പേടകമാണ് ചന്ദ്രയാൻ 1. 2008 ഒക്ടോബർ 22 ശ്രീഹരിക്കോട്ടയിൽ നിന്നാണ് ഇത് വിക്ഷേപിച്ചത്. ചന്ദ്രന്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠനം നടത്തുകയാണ് ചന്ദ്രയാൻ 1 ചെയ്തത്. ചന്ദ്രയാൻ 1ന്റെ വിക്ഷേപണ തീയതി 2008 ഒക്ടോബർ 22 ചന്ദ്രന്റെ 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ചു. 2008 ഒക്ടോബർ 22 ചന്ദ്രയാൻ 2 ഇന്ത്യയുടെ രണ്ടാമത്തെ ചാന്ദ്ര പര്യവേഷണ പേടകമായിരുന്നു. ഇത് 2019 ജൂലൈ 22 വിക്ഷേപിച്ചത്. 2019 ജൂലൈ 22 ചന്ദ്രനിൽ ഇറങ്ങി പാറകളുടെയും മണ്ണിന്റെയും പ്രത്യേകതകൾ പഠിക്കുകയായിരുന്നു ലക്ഷ്യം. ഒന്നിന്റെ ലക്ഷ്യം 100 കിലോമീറ്റർ അകലെയുള്ള പരിക്രമണ പഥത്തിലൂടെ ചുറ്റി സഞ്ചരിച്ച് ചന്ദ്രന്റെ ഉപരിതലത്തെക്കുറിച്ച് പഠിക്കാനാണ്. ചന്ദ്രയാൻ 1 ഉപരിതലം. ചന്ദ്രയാൻ 2ന്റെ ലക്ഷ്യം പാറകളുടെയും മണ്ണിന്റെയും പ്രത്യേകതകൾ പഠിക്കുക എന്നതായിരുന്നു. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയ ആദ്യ പേടകമാണ് ചന്ദ്രയാൻ 3. ഇത് 2023 ജൂലൈ 14 വിക്ഷേപിച്ചു. 2023 ഓഗസ്റ്റ് 23 ചന്ദ്രോപരിതലത്തിൽ ലാൻഡർ ഇറങ്ങി. അതിൽ നിന്നുള്ള റോവർ ചന്ദ്രോപരിതലത്തിൽ സഞ്ചരിച്ച് പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു. ബഹിരാകാശ ദൗത്യങ്ങളും ലക്ഷ്യങ്ങളും: മംഗൾയാൻ ചൊവ്വ പര്യവേഷണം, ആദിത്യ L1 സൗര പര്യവേഷണം, ഗഗൻയാൻ ബഹിരാകാശ പര്യവേഷണം. പ്രവൃത്തി ചെയ്യുവാനുള്ള കഴിവാണ് ഊർജം. ഊർജത്തെ നമുക്ക് കാണാൻ കഴിയില്ല. വിവിധ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രകടമാകുന്നു. ചൂട്, പ്രകാശം തുടങ്ങിയവ നമുക്ക് അനുഭവിക്കാൻ കഴിയുന്ന ഊർജ രൂപങ്ങളാണ്. കത്തുമ്പോൾ താപം പുറത്തുവിടുന്ന വസ്തുക്കളാണ് ഇന്ധനങ്ങൾ.
വിറക്, മണ്ണെണ്ണ, LPG, പെട്രോൾ, ഡീസൽ, കൽക്കരി തുടങ്ങി ധാരാളം വസ്തുക്കൾ ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നു. ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ജീവികളുടെ അവശിഷ്ടങ്ങളിൽ നിന്നാണ് ഫോസിൽ ഇന്ധനങ്ങൾ രൂപപ്പെട്ടത്. ഇവ ഉപയോഗിക്കുന്നതനുസരിച്ച് തീർന്നുകൊണ്ടിരിക്കും. ഇവയെ പുതുക്കാൻ കഴിയാത്ത ഊർജ്ജ സ്രോതസ്സുകൾ അഥവാ നോൺ റിന്യൂവബിൾ എനർജി എന്നാണ് പറയുന്നത്. കേരളത്തിൽ രാമക്കൽമേട്, കഞ്ചിക്കോട്, അട്ടപ്പാടി എന്നിവിടങ്ങളിൽ കാറ്റിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങളുണ്ട്. മനുഷ്യൻ പണ്ട് മുതലേ ഉപയോഗപ്പെടുത്തിയിരുന്ന ഊർജ്ജരൂപമാണ് കാറ്റ്. സമുദ്രങ്ങളിലൂടെയും നദികളിലൂടെയുമുള്ള യാത്രയ്ക്ക് കാറ്റിന്റെ ശക്തി ഉപയോഗിച്ചിരുന്നു. കൊടുങ്കാറ്റിന് വളരെയധികം ഊർജ്ജം ഉള്ളതിനാൽ ഇവ കടുത്ത നാശനഷ്ടങ്ങൾ ഉണ്ടാക്കും. ഇന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പിലൂടെ ഇത്തരം കാറ്റുകളുടെ സാധ്യത മുൻകൂട്ടി അറിയാനാവും. സൗരോർജ്ജ പാനലിലുള്ള സൗരോർജ്ജ സെല്ലിൽ സൂര്യപ്രകാശം പതിക്കുമ്പോൾ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. വീടുകളിലും സ്ഥാപനങ്ങളിലും സൂര്യപ്രകാശത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്ന സംവിധാനങ്ങൾ ഇന്ന് വ്യാപകമാണ്. സൂര്യപ്രകാശം, കാറ്റ്, തിരമാല തുടങ്ങിയവ ഉപയോഗിച്ചാൽ അത് തീർന്നു പോകില്ല. ഇവ പുതുക്കാൻ കഴിയുന്ന ഊർജ്ജ സ്രോതസ്സുകളാണ് അഥവാ റിന്യൂവബിൾ എനർജി സോഴ്സ്. ഇത് വായു മലിനീകരണം ഉണ്ടാക്കുന്നില്ല. കൊച്ചിൻ എയർപോർട്ട് പൂർണ്ണമായും സൗരോർജ്ജം കൊണ്ട് പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ വിമാനത്താവളമാണ് കൊച്ചിയിലേത്. ഇവ അന്താരാഷ്ട്ര വിമാനത്താവളത്തിന്റെ മുഴുവൻ പ്രവർത്തനങ്ങൾക്കും ആവശ്യമുള്ള വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നത് സൗരോർജ്ജ പാനലുകൾ ഉപയോഗിച്ചാണ്. പരിസ്ഥിതി പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ജൈവമാലിന്യങ്ങളിൽ നിന്ന് ഇന്ധനമുണ്ടാക്കാം. ഇങ്ങനെയുണ്ടാക്കുന്ന വാതക ഇന്ധനമാണ് ബയോഗ്യാസ്. ചലനം. ഒരു വസ്തുവിന്റെ സ്ഥാനത്തിനുണ്ടാകുന്ന മാറ്റമാണ് ചലനം. നിശ്ചലാവസ്ഥ, സ്റ്റേറ്റ് ഓഫ് റെസ്റ്റ്. ഒരു വസ്തുവിന് സ്ഥാനമാറ്റം സംഭവിക്കാത്ത അവസ്ഥയാണ് നിശ്ചലാവസ്ഥ. അവലംബക വസ്തു അഥവാ റഫറൻസ് ബോഡി. ഒരു വസ്തുവിനെയോ സ്ഥാനത്തെയോ അടിസ്ഥാനമാക്കി മാത്രമേ മറ്റൊരു വസ്തു ചലിക്കുന്നുണ്ട് എന്ന് പറയാൻ സാധിക്കൂ. ഇതിനായിട്ട് ഉപയോഗിക്കുന്ന അടിസ്ഥാന വസ്തുവാണ് അവലംബക വസ്തു. നേർരേഖാ ചലനം അഥവാ ലീനിയർ മോഷൻ. ഒരു വസ്തുവിന്റെ നേർരേഖയിലുള്ള ചലനമാണ് നേർരേഖാ ചലനം. ഭ്രമണചലനം അഥവാ റൊട്ടേഷണൽ മോഷൻ. സ്വന്തം അക്ഷത്തെ ആധാരമാക്കി വസ്തുക്കൾ ചലിക്കുന്നതാണ് ഭ്രമണചലനം. വർത്തുളചലനം, സർക്കുലർ മോഷൻ. വസ്തുക്കളുടെ വൃത്താകാരമായ പാതയിലുള്ള ചലനമാണ് വർത്തുളചലനം. ദോലനം, ഓസിലേഷൻ. തുലനസ്ഥാനത്തെ ആസ്പദമാക്കി ഒരു വസ്തു ഇരുവശങ്ങളിലേക്കും നടത്തുന്ന ചലനമാണ് ദോലനം. കമ്പനം, വൈബ്രേഷൻ. ദ്രുതഗതിയിലുള്ള ദോലനമാണ് കമ്പനം. ശബ്ദവും കമ്പനവും. കമ്പനം മൂലമാണ് ശബ്ദമുണ്ടാകുന്നത്. ഏത് ശബ്ദം ഉണ്ടാകുമ്പോഴും അതിനു കാരണമായി ഏതെങ്കിലും ഒരു വസ്തു കമ്പനം ചെയ്യുന്നുണ്ട്. നമ്മുടെ തൊണ്ടയിലെ സ്വനപേടകത്തിലെ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുന്നത് മൂലമാണ് നമുക്ക് ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയുന്നത്. ട്യൂണിംഗ് ഫോർക്ക് കമ്പനം ചെയ്യിപ്പിച്ച് ചെവിയുടെ അടുത്തു പിടിച്ചാൽ നമുക്കൊരു ശബ്ദം കേൾക്കാൻ കഴിയും. വലിച്ചു കെട്ടിയ കമ്പികൾ വ്യത്യസ്ത രീതിയിൽ കമ്പനം ചെയ്യിച്ചാണ് വീണ, വയലിൻ തുടങ്ങിയവയിൽ സംഗീതമുണ്ടാക്കുന്നത്. ചെണ്ട പോലുള്ള വാദ്യങ്ങളിൽ ഡയഫ്രമാണ് കമ്പനം ചെയ്യുന്നത്. ഓടക്കുഴൽ, ഹാർമോണിയം എന്നിവയിൽ വായുവാണ് കമ്പനം ചെയ്യുന്നത്. ബലവും ചലനവും. നിശ്ചലാവസ്ഥയിലുള്ള വസ്തുക്കളെ ചലിപ്പിക്കുവാനും ചലിക്കുന്ന വസ്തുക്കളെ നിശ്ചലാവസ്ഥയിലാക്കുവാനും ബലം പ്രയോഗിക്കണം. ചലിക്കുന്ന വസ്തുക്കളുടെ ചലനവേഗതയിൽ മാറ്റം വരുത്തുവാനും ദിശ മാറ്റുവാനും ബലം പ്രയോഗിക്കണം. പ്രകാശം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളാണ് സുതാര്യ വസ്തുക്കൾ. പ്രകാശം ഭാഗികമായി കടത്തിവിടുന്ന വസ്തുക്കളാണ് അർദ്ധധാരി വസ്തുക്കൾ. പ്രകാശം കടത്തിവിടാത്ത വസ്തുക്കളാണ് അധാരി വസ്തുക്കൾ. അദൃശ്യനായ മനുഷ്യൻ, ദി ഇൻവിസിബിൾ മാൻ. ഇംഗ്ലീഷ് സാഹിത്യകാരനായ H.G. വെൽസിന്റെ പ്രശസ്തമായ ശാസ്ത്ര സാങ്കല്പിക നോവലാണ് ദി ഇൻവിസിബിൾ മാൻ. ദി ഇൻവിസിബിൾ മാൻ രചിച്ചത് H.G. വെൽസിൻ. നോവലിലെ കഥാപാത്രമാണ് ശാസ്ത്രജ്ഞനായ ഗ്രിഫിൻ. താൻ നടത്തിയ പരീക്ഷണങ്ങളുടെ ഫലമായി ഗ്രിഫിന്റെ ശരീരം സുതാര്യമായി മാറുന്നു. ഇങ്ങനെ അദൃശ്യനായി മാറിയ ഗ്രിഫിന്റെ ജീവിതത്തിൽ നടക്കുന്ന കാര്യങ്ങളാണ് ഈ നോവലിൽ പ്രതിപാദിക്കുന്നത്. പ്രകാശത്തിന്റെ പ്രതിപതനം അഥവാ റിഫ്ലക്ഷൻ. പ്രകാശം വസ്തുക്കളിൽ തട്ടി തിരിച്ചു വരുന്നത് പ്രകാശത്തിന്റെ പ്രതിപതനം മൂലമാണ്. ക്രമപ്രതിപതനവും വിസരിത പ്രതിപതനവും. മിനുസമുള്ള പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ ക്രമമായിട്ട് പ്രതിപതിക്കുന്നു. ഇതാണ് ക്രമപ്രതിപതനം. പ്രകാശത്തെ ക്രമമായി പ്രതിഫലിപ്പിക്കുന്ന പ്രതലങ്ങളാണ് ദർപ്പണങ്ങൾ. മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ പല ദിശകളിലേക്കും ചിതറിത്തെറിക്കുന്നു. ഇതാണ് വിസരിത പ്രതിപതനം.
ദർപ്പണത്തിൽ പതിക്കുന്ന പ്രകാശരശ്മിയാണ് പതനരശ്മി അഥവാ ഇൻസിഡന്റ് റേ. പതനരശ്മി ദർപ്പണത്തിൽ പതിക്കുന്ന ബിന്ദുവാണ് പതനബിന്ദു. പതനബിന്ദുവിൽ ദർപ്പണത്തിന് ലംബമായി വരയ്ക്കുന്ന രേഖയാണ് ലംബം അഥവാ നോർമൽ. പ്രകാശം പതനബിന്ദുവിൽ തട്ടി തിരിച്ചു വരുന്ന പ്രകാശ രശ്മിയാണ് പ്രതിപതന രശ്മി അഥവാ റിഫ്ലക്റ്റഡ് റേ. പതനകോണും പ്രതിപതന കോണും. പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പതനക്കോൾ അഥവാ ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. പതനരശ്മിക്കും ലംബത്തിനും ഇടയിലുള്ള കോണാണ് പ്രതിപതന കോൺ അഥവാ ആംഗിൾ ഓഫ് റിഫ്ലക്ഷൻ. ഏതെങ്കിലും ഒരു പ്രകാശ സ്രോതസ്സിൽ നിന്ന് വരുന്ന പ്രകാശം വസ്തുക്കളിൽ തട്ടി പ്രതിപതിച്ച് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ് നാം ആ വസ്തുവിനെ കാണുന്നത്. എന്നാൽ പ്രകാശ സ്രോതസ്സുകളെ കാണുന്നത് അവയിൽ നിന്നുള്ള പ്രകാശം നേരിട്ട് നമ്മുടെ കണ്ണിലെത്തുമ്പോഴാണ്. ആവർത്തന പ്രതിപതനം അഥവാ മൾട്ടിപ്പിൾ റിഫ്ലക്ഷൻ. അഭിമുഖമായി വെച്ച രണ്ട് ദർപ്പണങ്ങളിൽ മെഴുകുതിരിയുടെ അനേകം പ്രതിബിംബങ്ങൾ കാണാൻ സാധിക്കുന്നു. പ്രകാശത്തിന്റെ ആവർത്തിച്ചുള്ള പ്രതിപതനം മൂലമാണ് ഇതുണ്ടാകുന്നത്. പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഊർജ്ജരൂപമാണ് താപം. പദാർത്ഥങ്ങളുടെ അവസ്ഥയിൽ മാറ്റം വരുത്തുവാൻ കഴിയുന്ന ഊർജ്ജരൂപമാണ് താപം. താപപ്രേഷണം, ട്രാൻസ്മിഷൻ ഓഫ് ഹീറ്റ്. താപം ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് പ്രവഹിക്കുന്നതാണ് താപപ്രേഷണം. ചാലനം. ലോഹക്കമ്പിയുടെ ഒരറ്റത്ത് താപം ലഭിക്കുമ്പോൾ ആ ഭാഗത്തുള്ള തന്മാത്രകൾ താപം സ്വീകരിച്ച് തൊട്ടടുത്തുള്ള തന്മാത്രകളിലേക്ക് കൈമാറ്റം ചെയ്യുന്നു. ഇത്തരത്തിൽ താപം കൈമാറി പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് ചാലനം. ഖരവസ്തുക്കളിൽ താപം പ്രേഷണം ചെയ്യപ്പെടുന്നത് ചാലനം വഴിയാണ്. സുചാലകങ്ങളും കുചാലകങ്ങളും. ചാലനം വഴി താപം നന്നായി കടത്തിവിടുന്ന വസ്തുക്കളെ സുചാലകങ്ങളെന്നും താപം നന്നായി കടത്തിവിടാത്ത വസ്തുക്കളെ കുചാലകങ്ങളെന്നും പറയുന്നു. സംവഹനം. വാതകങ്ങളിലും ദ്രാവകങ്ങളിലും തന്മാത്രകളുടെ സ്ഥാനമാറ്റം മുഖേന നടക്കുന്ന താപപ്രേഷണ രീതിയാണ് സംവഹനം. വാതകങ്ങളിലും ദ്രാവകങ്ങളിലുമാണ് സംവഹനം നടക്കുന്നത്. വികിരണം. മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ് വികിരണം. വികിരണം വഴി എല്ലാ ദിശയിലേക്കും താപം പ്രേഷണം ചെയ്യപ്പെടുന്നു. സൂര്യന്റെ താപം ഭൂമിയിലെത്തുന്നത് വികിരണം വഴിയാണ്. ഇരുണ്ടതോ പരുപരുത്തതോ ആയ പ്രതലങ്ങളെക്കാൾ വെളുത്തതോ മിനുസമുള്ളതോ ആയ പ്രതലങ്ങൾ വികിരണ താപത്തെ കൂടുതൽ പ്രതിപദിപ്പിക്കുന്നു. വസ്തുക്കളുടെ താപീയ വികാസം. താപം ലഭിക്കുമ്പോൾ ഖരവസ്തുക്കൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. ദ്രാവകങ്ങളിലെ താപീയ വികാസം. ദ്രാവകങ്ങൾ ചൂടാക്കുമ്പോൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. വാതകങ്ങളിലെ താപീയ വികാസം. ചൂടാക്കുമ്പോൾ വാതകങ്ങൾ വികസിക്കുന്നു, തണുക്കുമ്പോൾ സങ്കോചിക്കുന്നു. ശരീര താപനില അളക്കാൻ ക്ലിനിക്കൽ തെർമോമീറ്ററാണ് ഉപയോഗിക്കുന്നത്. സാധാരണ അവസ്ഥയിൽ മനുഷ്യന്റെ ശരീര താപനില 37 ഡിഗ്രി സെൽഷ്യസ് അഥവാ 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 37 ഡിഗ്രി സെൽഷ്യസിന് തുല്യമാണ് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. കടൽക്കാറ്റ്. ജലത്തേക്കാൾ വേഗത്തിൽ കര ചൂട് പിടിക്കുകയും വേഗത്തിൽ തണുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് പകൽ സമയങ്ങളിൽ കരയ്ക്ക് കടലിനേക്കാൾ ചൂട് കൂടുതലാണ്. കരയോട് തൊട്ടു മുകളിലുള്ള വായു ചൂട് പിടിക്കുന്നു. ഈ വായു വികസിച്ച് മുകളിലേക്ക് പോകുന്നു. കരയുമായിട്ട് താരതമ്യപ്പെടുത്തിയാൽ കടലിന് മുകളിലുള്ള വായു തണുത്തതാണ്. കരയിലെ ചൂടുപിടിച്ച വായു മുകളിലേക്ക് പോകുമ്പോൾ കടലിന് മുകളിലെ തണുത്ത വായു ഈ സ്ഥലത്തേക്ക് വരുന്നു. ഇങ്ങനെയാണ് കടൽക്കാറ്റ് ഉണ്ടാകുന്നത്. കരക്കാറ്റ്. കടലിനേക്കാൾ വേഗത്തിൽ കര തണുക്കുന്നു. അതിനാൽ കടലിന് മുകളിലുള്ള വായുവിന് താരതമ്യേന ചൂട് കൂടുതലാണ്. അതിനാൽ കടലിന് മുകളിലെ വായുവിനേക്കാളും വായുവാകും കൂടുതൽ വികസിക്കുകയും അപ്പോൾ കരയുടെ മുകളിലുള്ള തണുത്ത വായു കടലിലേക്ക് പ്രവഹിക്കുന്നു. ഇത് കരക്കാറ്റിന് കാരണമാകുന്നു. കടലിന്റെയും കരയുടെയും താപനിലയുമായി ബന്ധപ്പെട്ട് വരുന്ന പ്രകൃതി പ്രതിഭാസമാണ് കടൽക്കാറ്റും കരക്കാറ്റും. നിഴലും പ്രകാശവും. എല്ലാ അതാര്യ വസ്തുക്കളിലും നിഴലുണ്ട്. പ്രകാശ സ്രോതസ്സിന്റെ എതിർദിശയിലാണ് നിഴൽ രൂപപ്പെടുന്നത്. ഗോളാകൃതിയിലുള്ള വസ്തുക്കൾക്ക് മാത്രമേ എപ്പോഴും വൃത്താകൃതിയിലുള്ള നിഴൽ ഉണ്ടാകുന്നുള്ളൂ. ചന്ദ്രഗ്രഹണം. ചന്ദ്രൻ ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചില സമയങ്ങളിൽ ഭൂമി സൂര്യനും ചന്ദ്രനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഈ സമയം ഭൂമിയുടെ നിഴലായിരിക്കും ചന്ദ്രൻ. ഇതാണ് ചന്ദ്രഗ്രഹണം. സൂര്യഗ്രഹണം. ഭൂമിയെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രൻ അപൂർവമായി ഭൂമിക്കും സൂര്യനും ഇടയിൽ നേർരേഖയിൽ വരുന്നു. ഈ സമയം ചന്ദ്രന്റെ നിഴൽ ഭൂമിയിൽ വീഴുന്നു. ചന്ദ്രന്റെ നിഴൽ വീഴുന്ന പ്രദേശത്തുള്ളവർക്ക് ചന്ദ്രന്റെ മറവ് കാരണം സൂര്യനെ കാണാൻ സാധിക്കില്ല.
ഇതാണ് സൂര്യഗ്രഹണം. ചന്ദ്രന്റെ നിഴൽ വീഴുന്ന ഭൂപ്രദേശത്തുള്ളവർക്ക് മാത്രമാണ് സൂര്യഗ്രഹണം ദൃശ്യമാകുന്നത്. നിലാവ്. ചന്ദ്രോപരിതലത്തിൽ പതിക്കുന്ന സൂര്യപ്രകാശം വിസരിതമായി പ്രതിപതിച്ച് ഭൂമിയിലെത്തുന്നതാണ് നാം രാത്രിയിൽ കാണുന്ന നിലാവ്. അമാവാസിയും പൗർണമിയും. ചന്ദ്രന്റെ നിഴൽഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്ന ദിവസമാണ് അമാവാസി അഥവാ കറുത്ത വാവ്. ഈ ദിവസം നമുക്ക് ചന്ദ്രനെ കാണാൻ സാധിക്കില്ല. ചന്ദ്രന്റെ പ്രകാശിത ഭാഗം പൂർണ്ണമായും ഭൂമിക്ക് അഭിമുഖമായി വരുന്നതാണ് പൗർണമി അഥവാ വെളുത്ത വാവ്. ചന്ദ്രന്റെ പ്രകാശിത ഭാഗത്തിന്റെ പകുതിയും നിഴൽഭാഗത്തിന്റെ പകുതിയും ഭൂമിക്ക് അഭിമുഖമായി വരുമ്പോഴാണ് നമുക്ക് അർദ്ധചന്ദ്രനെ കാണാൻ സാധിക്കുന്നത്. വൃദ്ധിക്ഷയം. ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് കറുത്ത വാവ് മുതൽ വെളുത്ത വാവ് വരെ കൂടി വരുന്നു. ഈ കാലയളവാണ് വൃദ്ധി അഥവാ വെളുത്ത പക്ഷം. ചന്ദ്രന്റെ പ്രകാശിത ഭാഗം ഭൂമിയിൽ നിന്ന് കാണുന്നത് വെളുത്ത വാവ് മുതൽ കറുത്ത വാവ് വരെ കുറഞ്ഞു വരുന്നു. ഈ കാലയളവാണ് ക്ഷയം അഥവാ കറുത്ത പക്ഷം. ഭൂമിയെ പരിക്രമണം ചെയ്യുന്ന ചന്ദ്രന്റെ പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസമാണ് വൃദ്ധിക്ഷയം. ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ ആദ്യമായിട്ട് ഇറങ്ങുന്ന പേടകമാണ് ഇന്ത്യയുടെ അഭിമാനമായ ചന്ദ്രയാൻ 3. 2023 ജൂലൈ 14 വിക്ഷേപിച്ച ചന്ദ്രയാൻ 3 2023 ഓഗസ്റ്റ് 23 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിനരികിൽ സുരക്ഷിതമായി ഇറങ്ങി. ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയ 4ാമത്തെ രാജ്യം കൂടിയാണ് ഇന്ത്യ. ഭാവിയിൽ ചന്ദ്രനിൽ നിന്ന് പാറയും മണ്ണും ഭൂമിയിൽ എത്തിക്കുവാനുള്ള ചന്ദ്രയാൻ ദൗത്യവുമായി ISRO മുന്നേറുകയാണ്. മനുഷ്യനെ ബഹിരാകാശത്തേക്ക് എത്തിക്കുവാനുള്ള ഗഗൻയാൻ, ചൊവ്വ പര്യവേഷണ വാഹനമായ മംഗൾയാൻ 2 എന്നിവയെല്ലാം ISROയുടെ ഭാവി ദൗത്യങ്ങളാണ്. ഒരു വസ്തുവിന്റെ ചലനാവസ്ഥയോ നിശ്ചലാവസ്ഥയോ നിർണ്ണയിക്കുന്നതിന് അടിസ്ഥാനമാക്കുന്ന വസ്തുവാണ് അവലംബക വസ്തു. ഒരു വസ്തു സഞ്ചരിച്ച പാതയുടെ നീളമാണ് ദൂരം. ദൂരത്തിന്റെ SI യൂണിറ്റാണ് മീറ്റർ. യൂണിറ്റ് സമയത്തിൽ വസ്തു സഞ്ചരിച്ച ദൂരമാണ് വേഗം. വേഗത്തിന്റെ SI യൂണിറ്റാണ് മീറ്റർ പെർ സെക്കൻഡ്. വസ്തുക്കൾ പരസ്പരം സമ്പർക്കത്തിൽ വരുമ്പോൾ അനുഭവപ്പെടുന്ന ബലമാണ് സമ്പർക്ക ബലം. വസ്തുവുമായി സമ്പർക്കമില്ലാത്ത സമയത്ത് അനുഭവപ്പെടുന്നതാണ് സമ്പർക്കരഹിത ബലം. ഒരു പ്രതലം മറ്റൊരു പ്രതലത്തിലൂടെ ചലിക്കുമ്പോഴോ ചലിക്കാൻ ശ്രമിക്കുമ്പോഴോ അവയുടെ ആപേക്ഷിക ചലനത്തെ എതിർക്കുന്ന തരത്തിൽ പ്രതലങ്ങൾക്കിടയിൽ സമാന്തരമായിട്ട് ഒരു ബലം അനുഭവപ്പെടുന്നു. ഇതാണ് ഘർഷണ ബലം. സമ്പർക്കത്തിൽ വരുന്ന പ്രതലങ്ങൾക്കിടയിലുള്ള ഘർഷണം കുറയ്ക്കുന്നതിന് സഹായിക്കുന്ന പദാർത്ഥമാണ് സ്നേഹകങ്ങൾ. ഘർഷണം കുറയ്ക്കത്തക്ക വിധം ആകൃതി വ്യത്യാസപ്പെടുത്തുന്നതിനെ ധാരാരഹിതമാക്കൽ എന്ന് പറയുന്നു. ബലത്തിന്റെ യൂണിറ്റ് ന്യൂട്ടനാണ്. ഇത് N എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കാം. ശാസ്ത്രജ്ഞന്റെ പേരിന്റെ ആദ്യാക്ഷരമായതുകൊണ്ടാണ് ഇംഗ്ലീഷിലെ വലിയ അക്ഷരം ഉപയോഗിക്കുന്നത്. യൂണിറ്റ് പരപ്പളവിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. ഒരു പ്രതലത്തിൽ ലംബമായി അനുഭവപ്പെടുന്ന ബലത്തെ വ്യാപക മർദ്ദം എന്ന് പറയാം. യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന ബലമാണ് മർദ്ദം. മർദ്ദത്തെ P എന്നും വ്യാപക മർദ്ദത്തെ F എന്നും പരപ്പളവിനെ A എന്നും സൂചിപ്പിച്ചാൽ P = F/A. മർദ്ദം = വ്യാപക മർദ്ദം ഡിവൈഡഡ് ബൈ പരപ്പളവ്. മർദ്ദത്തിന്റെ യൂണിറ്റ് വ്യാപക മർദ്ദത്തിന്റെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ പരപ്പളവിന്റെ യൂണിറ്റ്. മർദ്ദത്തിന്റെ SI യൂണിറ്റാണ് പാസ്കൽ. വ്യാപക മർദ്ദം സ്ഥിരമായിരിക്കുന്ന സന്ദർഭങ്ങളിൽ മർദ്ദം പ്രതല പരപ്പളവിന് വിപരീത അനുപാതത്തിലായിരിക്കും. അതായത് പ്രതല പരപ്പളവ് കൂടുമ്പോൾ മർദ്ദം കുറയുകയും പ്രതല പരപ്പളവ് കുറയുമ്പോൾ മർദ്ദം കൂടുകയും ചെയ്യുന്നു. ഒരു ദ്രാവകം ലംബമായി ഉപയോഗിക്കുന്ന ബലമാണ് അതിന്റെ വ്യാപക മർദ്ദം. ദ്രാവകം യൂണിറ്റ് പരപ്പളവിൽ പ്രയോഗിക്കുന്ന വ്യാപക മർദ്ദമാണ് ദ്രാവക മർദ്ദം. ദ്രാവകത്തിന്റെ ആഴം കൂടുന്തോറും മർദ്ദം കൂടുന്നു. ദ്രാവക മർദ്ദത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളാണ് ദ്രാവക യൂപത്തിന്റെ ഉയരം അഥവാ H, ദ്രാവകത്തിന്റെ സാന്ദ്രത അഥവാ D. ദ്രാവക മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മർദ്ദമാപിനി. വാതകമർദ്ദം. ഖരപദാർത്ഥങ്ങൾക്കും ദ്രാവകങ്ങൾക്കും എന്നതുപോലെ വാതകങ്ങൾക്കും മർദ്ദം ഉപയോഗിക്കുവാനുള്ള കഴിവുണ്ട്. വാഹനങ്ങളുടെ ടയറിൽ മർദ്ദമളന്നാണ് വായു നിറയ്ക്കുന്നത്. വാതകത്തിന്റെ കണികകൾ ഒരു പ്രതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ ചെലുത്തുന്ന ബലമാണ് വാതകമർദ്ദം.
ഇത് വാതക കണികകളുടെ കൂട്ടിമുട്ടലുകളുടെ ഫലമാണ്. യൂണിറ്റ് പരപ്പളവിൽ ഒരു വാതകം ലംബമായി പ്രയോഗിക്കുന്ന ബലമാണ് വാതകമർദ്ദം. വാതകമർദ്ദം കണികകളുടെ എണ്ണത്തെ ആശ്രയിക്കുന്നു. കണികകളുടെ എണ്ണം കൂടുമ്പോൾ വാതകമർദ്ദം കൂടുന്നു. വ്യാപ്തം വാതകങ്ങളുടെ മർദ്ദത്തെ സ്വാധീനിക്കുന്നു. അന്തരീക്ഷവായു വസ്തുക്കളിൽ മർദ്ദം പ്രയോഗിക്കുന്നുണ്ട്. ഭൂമിയുടെ ഉപരിതലത്തിൽ യൂണിറ്റ് പരപ്പളവിൽ അനുഭവപ്പെടുന്ന വായുയൂപത്തിന്റെ ഭാരമാണ് അന്തരീക്ഷമർദ്ദം. അന്തരീക്ഷമർദ്ദത്തിന്റെ യൂണിറ്റ് ബാറാണ്. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്ന് മുകളിലേക്ക് പോകുന്തോറും അന്തരീക്ഷമർദ്ദം കുറഞ്ഞു വരുന്നു. സമുദ്രനിരപ്പിലെ അന്തരീക്ഷമർദ്ദം പ്രമാണ അന്തരീക്ഷമർദ്ദം അഥവാ സ്റ്റാൻഡേർഡ് അറ്റ്മോസ്ഫിയറിക് പ്രഷർ എന്നറിയപ്പെടുന്നു. ഇത് 1 atm അഥവാ 0.76 മീറ്റർ ഉയരവും യൂണിറ്റ് പരപ്പളവുമുള്ള രസയൂപത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. അന്തരീക്ഷമർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ദ്രാവകങ്ങളിലേതുപോലെ വാതകങ്ങളിലും മർദ്ദം എല്ലാ ദിശകളിലേക്കും അനുഭവപ്പെടുന്നു. സമതലങ്ങളിലേതുപോലെ വക്രതലങ്ങളിലും പ്രതിബിംബങ്ങൾ ഉണ്ടാകും. പ്രതിപതന തലം ഗോളത്തിന്റെ ഭാഗമായി വരുന്ന ദർപ്പണങ്ങളാണ് ഗോളീയ ദർപ്പണങ്ങൾ. പ്രതിപതന തലം അകത്തോട്ട് കുഴിഞ്ഞ ഗോളീയ ദർപ്പണങ്ങളാണ് കോൺകേവ് ദർപ്പണങ്ങൾ. പ്രതിപതന തലം പുറത്തേക്ക് ഉന്തി നിൽക്കുന്ന ഗോളീയ ദർപ്പണങ്ങളെ കോൺവെക്സ് ദർപ്പണങ്ങൾ എന്നും പറയുന്നു. ഒരു ഗോളത്തിന്റെ കേന്ദ്രമാണ് വക്രതാ കേന്ദ്രം. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വൃത്താകൃതിയിലുള്ള പ്രതിപതന തലത്തിന്റെ വ്യാസത്തെ അപ്പർച്ചർ എന്ന് പറയുന്നു. പ്രതിപതന തലത്തിന്റെ മധ്യബിന്ദുവിനെ പോൾ എന്നും വിളിക്കുന്നു. ഒരു കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ അക്ഷത്തിനു സമാന്തരമായി പതിക്കുന്ന ആകാശരശ്മികൾ പ്രതിപതനത്തിനു ശേഷം മുഖ്യ അക്ഷത്തിലെ ഒരു പ്രത്യേക ബിന്ദുവിൽ നിന്നും വരുന്നതായി തോന്നിക്കും. ഈ ബിന്ദുവാണ് കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ്. കോൺകേവ് ദർപ്പണത്തിൽ മുഖ്യ അക്ഷത്തിനു സമാന്തരമായി പതിക്കുന്ന ആകാശരശ്മികളെ പ്രതിപതിച്ച് ഒരു സ്ക്രീനിൽ കേന്ദ്രീകരിക്കാൻ കഴിയും. അതിനാൽ അതിന്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥമാണ് എന്ന് പറയാം. കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് മിഥ്യയാണ്. കോൺവെക്സ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് മിഥ്യയും കോൺകേവ് ദർപ്പണത്തിന്റെ മുഖ്യ ഫോക്കസ് യഥാർത്ഥവുമാണ്. ഫോക്കസ് ദൂരം. ഒരു ഗോളീയ ദർപ്പണത്തിൽ പോളിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരമാണ് ഫോക്കസ് ദൂരം. ഇതിന്റെ SI യൂണിറ്റ് മീറ്റർ ആണ്. അപ്പർച്ചർ കുറഞ്ഞ ഒരു ഗോളീയ ദർപ്പണത്തിന്റെ ഫോക്കസ് ദൂരം ആ ദർപ്പണത്തിന്റെ വക്രതാ ആരത്തിന്റെ പകുതിയായിരിക്കും. F=R/2. ഫോക്കസ് തലം. ഒരു ഗോളീയ ദർപ്പണത്തിന്റെ പോളിൽ നിന്നും മുഖ്യ ഫോക്കസിലേക്കുള്ള ദൂരമാണല്ലോ ഫോക്കസ് ദൂരം. പോളിൽ നിന്നും ഇതേ ദൂരത്തിൽ മുഖ്യ അക്ഷത്തിനു ലംബമായി മുഖ്യ ഫോക്കസ് കൂടി ഉൾപ്പെടുന്ന ഒരു തലം സങ്കല്പിച്ചോ. ഇതാണ് ഗോളീയ ദർപ്പണങ്ങളുടെ ഫോക്കസ് തലം. പ്രകാശരശ്മികൾ പ്രതിപതനത്തിനു ശേഷം ഈ തലത്തിലെ ബിന്ദുക്കളിൽ കേന്ദ്രീകരിക്കുന്നു. ഒരു കോൺകേവ് ദർപ്പണം വളരെ അകലെയുള്ള ഒരു വസ്തുവിന്റെ ഒരു യഥാർത്ഥ പ്രതിബിംബം ഉണ്ടാക്കുന്നു. അതിന്റെ ഫോക്കസ് തലത്തിലാണ്. പ്രതിബിംബ രൂപീകരണം ഗോളീയ ദർപ്പണങ്ങളിൽ. കോൺകേവ് ദർപ്പണത്തിൽ പ്രതിബിംബം യഥാർത്ഥവും ദർപ്പണത്തിന് മുൻപിലുമാണ്. കോൺകേവ് ദർപ്പണത്തിലെ പ്രതിബിംബം യഥാർത്ഥവും ദർപ്പണത്തിന് മുൻപിലുമാണ്. എന്നാൽ കോൺവെക്സ് ദർപ്പണത്തിൽ മിഥ്യാപ്രതിബിംബമാണ് ദർപ്പണത്തിന് പിന്നിലാണ്. കോൺവെക്സിൽ മിഥ്യാപ്രതിബിംബമാണ് ദർപ്പണത്തിനു പിന്നിലാണ്. പ്രതിബിംബങ്ങൾ 2 തരത്തിലുണ്ട്. യഥാർത്ഥ പ്രതിബിംബവും മിഥ്യാപ്രതിബിംബവും. ഒരു സ്ക്രീനിൽ പ്രതിപതിക്കാവുന്ന പ്രതിബിംബങ്ങളുടെ യഥാർത്ഥ പ്രതിബിംബങ്ങളും സ്ക്രീനിൽ പതിക്കാത്തത് മിഥ്യാപ്രതിബിംബങ്ങളുമാണ്. ആവർത്തനം. ഗോളീയ ദർപ്പണങ്ങൾ ഉണ്ടാക്കുന്ന പ്രതിബിംബങ്ങളുടെ വലുപ്പം വസ്തുവിനനുസരിച്ച് വസ്തുക്കളുടെ സ്ഥാനത്തിനനുസരിച്ച് മാറാറുണ്ട്. പ്രതിബിംബത്തിന്റെ ഉയരവും വസ്തുവിന്റെ ഉയരവും തമ്മിലുള്ള അനുപാത സംഖ്യയെ ആവർത്തനം എന്ന് പറയുന്നു. H എന്നത് വസ്തുവിന്റെ ഉയരവും S1 എന്നത് പ്രതിബിംബത്തിന്റെ ഉയരവുമാണെങ്കിൽ ആവർത്തനം m=h1/h. ആവർത്തനം കണക്കാക്കുമ്പോൾ മുഖ്യ അക്ഷത്തിന് മുകളിലുള്ള അളവുകൾ പോസിറ്റീവായും മുഖ്യ അക്ഷത്തിന് താഴെയുള്ള അളവുകൾ നെഗറ്റീവായിട്ടുമാണ് കണക്കാക്കേണ്ടത്. കോൺകേവ് ദർപ്പണങ്ങളുടെ ഉപയോഗം. കോൺകേവ് ദർപ്പണങ്ങൾ സോളാർ തെർമൽ പവർ പ്ലാന്റുകളിൽ ഉപയോഗിക്കുന്നു. മുഖ്യ അക്ഷത്തിനു സമാന്തരമായി പതിക്കുന്ന പ്രകാശരശ്മികളെല്ലാം പ്രതിപതനത്തിനു ശേഷം മുഖ്യ ഫോക്കസിലൂടെ കടന്നുപോകുന്നു. അങ്ങനെ ഊർജ കേന്ദ്രീകരിക്കുക വഴി ഈ ബിന്ദുവിൽ ധാരാളം താപമുണ്ടാകുന്നു. ഇതുപയോഗിച്ച് ജലത്തെ നീരാവിയാക്കുകയും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം.
ഇന്ത്യയിലെ രാജസ്ഥാനിൽ ഇത്തരം പവർ പ്ലാന്റുകൾ പ്രവർത്തിക്കുന്നുണ്ട്. കോൺകേവ് ദർപ്പണത്തിനും മുഖ്യ ഫോക്കസിനും പോളിനുമിടയിൽ ഒരു വസ്തു വെച്ചാൽ അതിൻ്റെ നിവർന്നതും വലുതുമായ ഒരു മിഥ്യാപ്രതിബിംബം ഉണ്ടാകുന്നു. ഇതും പ്രയോജനപ്പെടുത്താറുണ്ട്. ഒരു കോൺകേവ് ദർപ്പണത്തിൻ്റെ മുഖ്യ ഫോക്കസിൽ നിന്നും പുറപ്പെടുന്ന രശ്മികൾ പ്രതിപദിക്കുന്ന പാത മുഖ്യ അക്ഷത്തിനു സമാന്തരമായിട്ടാണ്. ഈ പ്രത്യേകതയാണ് ടോർച്ച്, വാഹനങ്ങളുടെ ഹെഡ്ലൈറ്റ് എന്നിവയിൽ നാം ഉപയോഗിക്കുന്നത്. കോൺവെക്സ് ദർപ്പണങ്ങളുടെ ഉപയോഗങ്ങൾ. റിയർ ഓർ സൈഡ് വ്യൂ മിറർ. വാഹനങ്ങളിൽ പിൻകാഴ്ചയ്ക്കോ ആയിട്ട് ഉപയോഗിക്കുന്നത് കോൺവെക്സ് ദർപ്പണങ്ങളാണ്. ഇത് എല്ലായ്പ്പോഴും നിവർന്നതും ചെറുതുമായ മിഥ്യാപ്രതിബിംബങ്ങൾ ഉണ്ടാക്കുന്നു. സമതല ദർപ്പണങ്ങൾക്കു പകരം കോൺവെക്സ് ദർപ്പണങ്ങൾ ആണ് ഉപയോഗിക്കുന്നത്. ഒരു കോൺവെക്സ് ദർപ്പണം രൂപപ്പെടുത്തുന്ന പ്രതിബിംബം എപ്പോഴും ചെറുതും നിവർന്നതുമായിരിക്കും. അതിനാൽ റിയർ വ്യൂ മിററിൽ നോക്കുന്ന ഡ്രൈവർക്ക് പിന്നിൽ നിന്ന് വരുന്ന വാഹനങ്ങൾ വളരെ വലുതായി വളരെ അകലത്തിലാണെന്ന തോന്നലുണ്ടാക്കുന്നു. ഇത് അപകടങ്ങൾക്ക് കാരണമായേക്കാം. അതിനാലാണ് വാഹനങ്ങളുടെ റിയർ വ്യൂ മിററിൽ ഒബ്ജക്റ്റ് ഇൻ ദി മിറർ ആർ ക്ലോസർ ദാൻ ദേ അപ്പിയർ എന്ന് എഴുതി വച്ചിരിക്കുന്നത്. വിവിധ മാധ്യമങ്ങളിലൂടെയുള്ള പ്രകാശവേഗം വ്യത്യസ്തമാണ്. പ്രകാശവേഗത്തിലുള്ള ഈ മാറ്റമാണ് ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം കടക്കുമ്പോൾ പ്രകാശപാതയുടെ വ്യതിയാനത്തിന് കാരണമാകുന്നത്. വായുവിൻ്റെ പ്രകാശവേഗം 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. ജലം 2.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഗ്ലാസ് 2 × 10⁸ മീറ്റർ/സെക്കൻഡ്. വജ്രം 1.25 × 10⁸ മീറ്റർ/സെക്കൻഡ്. ഒരു മാധ്യമത്തിലൂടെ പ്രകാശം സഞ്ചരിക്കുമ്പോൾ പ്രകാശപാത നേർരേഖയിലായിരിക്കും. ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിന് ദിശാവ്യതിയാനം സംഭവിക്കാറുണ്ട്. ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് ദിശാവ്യതിയാനം സംഭവിക്കുന്നില്ല. ഒരു മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗത്തെ സ്വാധീനിക്കുവാനുള്ള മാധ്യമത്തിൻ്റെ കഴിവിനെ മാധ്യമത്തിൻ്റെ പ്രകാശിക സാന്ദ്രത, ഒപ്റ്റിക്കൽ ഡെൻസിറ്റി എന്ന് പറയുന്നു. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ പ്രകാശത്തിൻ്റെ വേഗം കുറവായിരിക്കും. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ പ്രകാശത്തിൻ്റെ വേഗത കൂടുതലായിരിക്കും. ഒരു മാധ്യമത്തിൽ നിന്ന് പ്രകാശിക സാന്ദ്രതയിൽ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ മാധ്യമങ്ങളുടെ വിഭജന തലത്തിൽ വെച്ച് അതിൻ്റെ ദിശയ്ക്ക് വ്യതിയാനമുണ്ടാക്കുന്നു. ഇതാണ് അപവർത്തനം. അപവർത്തനാങ്കം. പ്രകാശത്തിൻ്റെ ശൂന്യതയിലെ വേഗവും ഒരു മാധ്യമത്തിലെ വേഗവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് ആ മാധ്യമത്തിൻ്റെ അപവർത്തനാങ്കം. അപവർത്തനാങ്കം n = ശൂന്യതയിലൂടെയുള്ള പ്രകാശവേഗം / മാധ്യമത്തിലൂടെയുള്ള പ്രകാശവേഗം n = c/v. ശൂന്യതയിലൂടെയുള്ള പ്രകാശത്തിൻ്റെ വേഗം c = 3 × 10⁸ മീറ്റർ/സെക്കൻഡ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് മറ്റൊരു മാധ്യമത്തിലേക്ക് പ്രകാശിക്കുമ്പോൾ പതനരശ്മി, അപവർത്തനരശ്മി, പതനബിന്ദുവിലെ ലംബം എന്നിവ ഒരേ തലത്തിലായിരിക്കും. പ്രകാശിക സാന്ദ്രത കുറഞ്ഞ മാധ്യമത്തിൽ നിന്ന് കൂടിയ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തനരശ്മി ലംബത്തോട് അടുക്കുന്നു. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശം ചരിഞ്ഞ് പ്രവേശിക്കുമ്പോൾ അപവർത്തനരശ്മി ലംബത്തിൽ നിന്ന് അകലുന്നു. മാധ്യമത്തിൻ്റെ വിഭജന തലത്തിലേക്ക് ലംബമായി പതിക്കുന്ന പ്രകാശരശ്മിക്ക് അപവർത്തനം സംഭവിക്കുന്നില്ല. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്കു പ്രകാശരശ്മി കടക്കുമ്പോൾ അപവർത്തന കോൺ 90° ആകുന്ന സന്ദർഭത്തിലെ പതനകോണാണ് ക്രിറ്റിക്കൽ കോൺ. ഗ്ലാസ് വായു ജോഡിയിലെ ക്രിറ്റിക്കൽ കോൺ 42° ആണ്. ഗ്ലാസ് വായു ജോഡിയിലെ ക്രിറ്റിക്കൽ കോണ് 42° ആണ്. പ്രകാശിക സാന്ദ്രത കൂടിയ മാധ്യമത്തിൽ നിന്ന് കുറഞ്ഞ മാധ്യമത്തിലേക്ക് പ്രകാശരശ്മി സഞ്ചരിക്കുമ്പോൾ പതനകോൺ ക്രിറ്റിക്കൽ കോണിനേക്കാൾ കൂടുതലാണ്. ആ രശ്മി അപവർത്തനത്തിനു വിധേയമാകാതെ അതേ മാധ്യമത്തിലേക്ക് പൂർണ്ണമായും പ്രതിപദിക്കുന്ന പ്രതിഭാസമാണ് പൂർണ്ണാന്തര പ്രതിപതനം. എല്ലാ വസ്തുക്കളെയും ഭൂമി ആകർഷിക്കുന്നു. ഇതിൻ്റെ ദിശ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ്. ഈ ആകർഷണ ബലമാണ് ഗുരുത്വാകർഷണ ബലം. സ്ഥാനാന്തരം. രണ്ട് സ്ഥാനങ്ങൾ തമ്മിലുള്ള നേർരേഖ അകലം ഒരു നിശ്ചിത ദിശയോടുകൂടി പ്രതിപാദിക്കുന്നതാണ് സ്ഥാനാന്തരം. സ്ഥാനാന്തരം s എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. ദൂരത്തിൻ്റെ യൂണിറ്റായ മീറ്റർ തന്നെയാണ് സ്ഥാനാന്തരത്തിൻ്റെയും യൂണിറ്റ്. അളവിനോടൊപ്പം ദിശ കൂടി പ്രതിപാദിക്കുന്ന അളവാണ് സദിശ അളവ്. സദിശ അളവുകൾക്ക് അളവും ദിശയും ഉണ്ടാകും. ദിശ ആവശ്യമില്ലാത്ത അളവാണ് അദിശ അളവ്. ഒരു വസ്തു നേർരേഖാപാതയിലൂടെ ഒരേ ദിശയിൽ സഞ്ചരിക്കുമ്പോൾ മാത്രമാണ് സ്ഥാനാന്തരത്തിൻ്റെയും സഞ്ചരിച്ച ദൂരത്തിൻ്റെയും മൂല്യം തുല്യമാകുന്നത്. ഒരു വസ്തുവിൻ്റെ
യൂണിറ്റ് സമയത്തിലുണ്ടാകുന്ന സ്ഥാനാന്തരമാണ് പ്രവേഗം. പ്രവേഗം ഒരു സദിശ അളവാണ്. സ്ഥാനാന്തരത്തിന്റെ ദിശയാണ് പ്രവേഗത്തിന്റെയും ദിശ. ഇതിന്റെ യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡ് ആണ്. ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനാന്തരം അതിന്റെ സഞ്ചാരപാതയെ ആശ്രയിക്കുന്നില്ല. എന്നാൽ പ്രവേഗം കണക്കാക്കാനായി പരിഗണിക്കേണ്ടത് വസ്തു സഞ്ചരിക്കാനെടുത്ത ആകെ സമയം തന്നെയാണ്. ഒരേ ദിശയിൽ സഞ്ചരിക്കുന്ന ഒരു വസ്തുവിന്റെ സ്ഥാനാന്തരത്തിന്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നതിനാൽ ആ വസ്തു സമപ്രവേഗത്തിലാണ്. വേഗം, ദിശ എന്നിവ മാറിയാൽ പ്രവേഗം മാറും. ഇവയിൽ ഏതെങ്കിലും ഒന്ന് മാറിയാലും പ്രവേഗത്തിന് മാറ്റം വരും. വസ്തുവിന്റെ പ്രവേഗത്തിന് മാറ്റമുണ്ടെങ്കിൽ അത് അസമപ്രവേഗമായിരിക്കും. ഒരു വസ്തുവിന് യൂണിറ്റ് സമയത്തിലുണ്ടായ പ്രവേഗമാറ്റത്തിന്റെ അളവ് അഥവാ പ്രവേഗത്തിന്റെ നിരക്കാണ് ത്വരണം. പ്രവേഗമാറ്റത്തിന്റെ നിരക്കാണ് ത്വരണം. ത്വരണം ഈക്വൽ ടു പ്രവേഗമാറ്റം ഡിവൈഡഡ് ബൈ സമയം. എ ഈക്വൽ ടു വി മൈനസ് യു ഡിവൈഡഡ് ബൈ ടി. ത്വരണം ഒരു സദിശ അളവാണ്. ത്വരണത്തിന്റെ യൂണിറ്റ് പ്രവേഗമാറ്റത്തിന്റെ യൂണിറ്റ് ഡിവൈഡഡ് ബൈ സമയത്തിന്റെ യൂണിറ്റ്. അന്ത്യപ്രവേഗം കാണുവാനുള്ള സമവാക്യം വി ഈക്വൽ ടു യു പ്ലസ് എ ടി. പ്രവേഗം കുറഞ്ഞു വരുന്നതിന്റെ നിരക്കാണ് നെഗറ്റീവ് ത്വരണം അഥവാ മന്ദീകരണം. ഇതിന്റെ യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയിരിക്കും. മന്ദീകരണത്തിന്റെ യൂണിറ്റും മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഒരു വസ്തുവിന്റെ പ്രവേഗമാറ്റത്തിന്റെ അളവ് തുല്യ ഇടവേളകളിൽ തുല്യമായിരുന്നാൽ അത് സമത്വരണത്തിലാണ്. എന്നാൽ ഒരു വസ്തുവിന്റെ പ്രവേഗമാറ്റത്തിന്റെ അളവ് തുല്യ ഇടവേളകളിൽ വ്യത്യസ്തമായിരുന്നാൽ അത് അസമത്വരണത്തിലാണ്. ആദ്യ പ്രവേഗം യുവും അന്ത്യപ്രവേഗം വിയും സ്ഥാനാന്തരം എസും ത്വരണം എയും പ്രവേഗമാറ്റത്തിനെടുത്ത സമയം ടിയുമായാൽ പ്രവേഗവും സമയവും തമ്മിലുള്ള ബന്ധം വി ഈക്വൽ ടു യു പ്ലസ് എ ടി. സ്ഥാനാന്തരവും സമയവും തമ്മിലുള്ള ബന്ധം എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ. അപ്പോൾ നമുക്ക് ചലന സമവാക്യങ്ങൾ നോക്കാം. വി ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. വി ഈക്വൽ ടു യു പ്ലസ് എ ടി, എസ് ഈക്വൽ ടു യു ടി പ്ലസ് ഹാഫ് എ ടി സ്ക്വയർ, വി സ്ക്വയർ ഈക്വൽ ടു യു സ്ക്വയർ പ്ലസ് 2as. എല്ലാ വസ്തുക്കളെയും ഭൂമി ആകർഷിക്കുന്നു. ഇതിന്റെ ദിശ ഭൂമിയുടെ കേന്ദ്രത്തിലേക്കാണ്. ഈ ആകർഷണ ബലമാണ് ഗുരുത്വാകർഷണ ബലം. വസ്തുവിന്റെ മാസ് 100 കിലോ ആയാൽ 100 കിലോയും ഭൗമോപരിതലത്തിൽ നിന്നുള്ള ഉയരം ഭൗമോപരിതലത്തിലുമാണെങ്കിൽ ആകർഷണ ബലം ന്യൂട്ടനിൽ 980 ന്യൂട്ടൺ. 100 കിലോ വസ്തുവിന്റെ മാസും ഭൗമോപരിതലത്തിൽ നിന്നുള്ള ഉയരം 1,00,000 മീറ്ററുമാണെങ്കിൽ ആകർഷണ ബലം 950 ന്യൂട്ടൺ. വസ്തുവിന്റെ ഭാരം 100 കിലോയും ഭൗമോപരിതലത്തിൽ നിന്നുള്ള ഉയരം 10,00,000 മീറ്ററുമാണെങ്കിൽ ആകർഷണബലം 730 ന്യൂട്ടൺ. ഇതിൽ നിന്നും മനസ്സിലാവുന്നത് ഭൗമോപരിതലത്തിൽ നിന്ന് ഉയരും തോറും ആകർഷണബലം കുറഞ്ഞു വരുന്നു. ഭൂമി എല്ലാ വസ്തുക്കളെയും അതിന്റെ കേന്ദ്രത്തിലേക്ക് ആകർഷിക്കുന്നു. വസ്തുവിന്റെ മാസ് കൂടുന്നതിനനുസരിച്ച് ആകർഷണബലം കൂടുന്നു. വസ്തുവിലേക്കുള്ള അകലം കൂടുന്നതിനനുസരിച്ച് ആകർഷണബലം കുറയുന്നു. താണു പത്മനാഭൻ തിരുവനന്തപുരം സ്വദേശിയാണ്. 1957 ജനിച്ചു. 2021 അന്തരിച്ചു. 1957 ജനിച്ചു. 2021 അന്തരിച്ചു. തിരുവനന്തപുരമാണ് ജന്മസ്ഥലം. തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ BSc-ക്കും MSc-ക്കും ഗോൾഡ് മെഡൽ ജേതാവായിരുന്നു. കോസ്മോളജി, ഗ്രാവിറ്റേഷൻ എന്നീ മേഖലകളിൽ മൗലികമായ സംഭാവനകൾ നൽകി. ന്യൂട്ടന്റെയും ഐൻസ്റ്റീന്റെയും ഗുരുത്വാകർഷണ സിദ്ധാന്തങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ മറ്റൊരു മാതൃക അവതരിപ്പിച്ചു. പത്മശ്രീ, കേരളശാസ്ത്ര പുരസ്കാരം തുടങ്ങി നിരവധി ബഹുമതികൾക്ക് ഇദ്ദേഹം അർഹനായി. സാർവിക ഗുരുത്വാകർഷണ നിയമം. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളും പരസ്പരം ആകർഷിക്കുന്നു. രണ്ട് വസ്തുക്കൾ തമ്മിലുള്ള ആകർഷണ ബലം അവയുടെ മാസുകളുടെ ഗുണനഫലത്തിന് നേർ അനുപാതത്തിലും അകലത്തിന്റെ വർഗത്തിന് വിപരീത അനുപാതത്തിലുമായിരിക്കും. F ഈക്വൽ ടു G m1 m2 ഡിവൈഡഡ് ബൈ d സ്ക്വയർ. m1 m2 എന്നിവ മാസുള്ള രണ്ട് വസ്തുക്കളും d കേന്ദ്രങ്ങൾ തമ്മിലുള്ള അകലവും ആയാൽ ആകർഷണബലം F ഈക്വൽ ടു G m1 m2 ഡിവൈഡഡ് ബൈ d സ്ക്വയർ. 1 കിലോ മാസുള്ള രണ്ട് വസ്തുക്കൾ തമ്മിൽ 1 മീറ്റർ അകലത്തിൽ സ്ഥിതി ചെയ്യുമ്പോൾ അവയ്ക്കിടയിൽ അനുഭവപ്പെടുന്ന ഗുരുത്വാകർഷണ ബലം G ന്യൂട്ടൺ ആയിരിക്കും. ഭൂഗുരുത്വാകർഷണ ബലത്താൽ വസ്തുക്കൾക്കുണ്ടാവുന്ന ത്വരണം ഭൂഗുരുത്വാകർഷണ ത്വരണം എന്നറിയപ്പെടുന്നു. ഇത് G എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുന്നു. വസ്തുവിന്റെ മാസ് m, ഭൂമിയുടെ മാസ് m, ഭൂമിയുടെ ആരം r എന്നിവ പരിഗണിച്ചാൽ
ഗുരുത്വാകർഷണ നിയമപ്രകാരം ഭൂമി ഉപയോഗിക്കുന്ന ആകർഷണ ബലം F=GMM/R². തമോഗർത്തങ്ങൾ. പ്രകാശത്തിന് പോലും വിട്ടുപോവാൻ കഴിയാത്ത വിധത്തിൽ അതിശക്തമായ ഗുരുത്വാകർഷണമുള്ള പ്രപഞ്ച വസ്തുക്കളാണ് തമോഗർത്തങ്ങൾ. ഗുരുത്വാകർഷണത്തെ സംബന്ധിച്ച ആൽബർട്ട് ഐൻസ്റ്റീന്റെ സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിൽ തമോഗർത്തങ്ങളുടെ സാധ്യതയെക്കുറിച്ച് 1916 പ്രവചിച്ചിരുന്നു. എന്നാൽ ഇവയുടെ സാന്നിധ്യത്തിന്റെ ശരിയായ തെളിവുകൾ ലഭിച്ചത് 2017 M87 എന്ന വിദൂര ഗാലക്സിയുടെ കേന്ദ്രത്തിലുള്ള വലിയ മാസുള്ള തമോഗർത്തത്തിന്റെ നിഴൽ ചിത്രം ശാസ്ത്രജ്ഞന്മാർ സൃഷ്ടിക്കാനായി. നമ്മുടെ ഗാലക്സിയായ ആകാശഗംഗയുടെ മധ്യഭാഗത്തായി സ്ഥിതി ചെയ്യുന്ന ഒരു പടുകൂറ്റൻ തമോഗർത്തത്തെക്കുറിച്ച് തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഭാരം എന്നത് ഒരു ബലമാണ്. ഒരു വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലമാണ് ആ വസ്തുവിന്റെ ഭൂമിയിലെ ഭാരം. ചന്ദ്രനിലോ മറ്റ് ആകാശഗോളങ്ങളിലോ ആയിരിക്കുമ്പോൾ ആ ഗോളങ്ങൾ വസ്തുവിനെ ആകർഷിക്കുന്ന ബലമാണ് വസ്തുവിന്റെ അവിടുത്തെ ഭാരം. ഒരു വസ്തുവിന്റെ മാസ് m ആയാൽ ന്യൂട്ടന്റെ ഭാരം mg ആയിരിക്കും. വസ്തുവിന്റെ ഭാരം mg ആയിരിക്കും. സ്പ്രിംഗ് ബാലൻസ്, പ്ലാറ്റ്ഫോം ബാലൻസ് എന്നിവയെ ഉപയോഗിച്ച് ഭാരം കണക്കാക്കുന്നു. ഭാരത്തിന്റെ യൂണിറ്റ് ന്യൂട്ടൺ ആണ്. 1 കിലോഗ്രാം ഭാരം. 1 കിലോഗ്രാം മാസുള്ള വസ്തുവിൽ ഭൂമി പ്രയോഗിക്കുന്ന ആകർഷണ ബലത്തിന് തുല്യമായ ബലമാണ് 1 കിലോഗ്രാം ഭാരം. F=ma=mg. 1 കിലോഗ്രാം ഭാരം എന്നാൽ 9.8 ന്യൂട്ടനാണ്. ഒരു വസ്തുവിനെ ഉയരത്തിൽ നിന്ന് സ്വതന്ത്രമായി താഴേക്ക് വീഴാൻ അനുവദിച്ചാൽ അത് ഭൂമിയുടെ ആകർഷണ ബലത്താൽ മാത്രം ഭൂമിയിലേക്ക് പതിക്കും. ഇത്തരം ചലനമാണ് നിർബാധ പതനം. ഒരു കല്ല് വൃത്തപാതയിൽ തുല്യ സമയ ഇടവേളകളിൽ തുല്യ ദൂരം സഞ്ചരിച്ചാൽ അത് സമവർത്തുള ചലനമാണ്. ശ്രവണബോധം ഉളവാക്കുന്ന ഊർജരൂപമാണ് ശബ്ദം. സംഗീത ഉപകരണങ്ങൾ കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുന്ന ഭാഗം, അനുബന്ധമായി കമ്പനം ചെയ്യുന്ന ഭാഗങ്ങൾ. വീണ, കമ്പികൾ, വായു, ചട്ടക്കൂട്. വയലിൻ, കമ്പികൾ, വായു, ചട്ടക്കൂട്. ഇലത്താളം കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുന്ന ഭാഗം ലോഹഭാഗമാണ്, അനുബന്ധമായി കമ്പനം ചെയ്യുന്നത് വായു. തബല, തുകൽ. തബലയ്ക്കുള്ളിലെ വായു രൂപം മരം കൊണ്ടുണ്ടാക്കിയ ചട്ടക്കൂട്. ഹാർമോണിയം, കമ്പനം ചെയ്ത് ശബ്ദം പുറപ്പെടുവിക്കുന്ന ഭാഗം റീഡുകൾ, അനുബന്ധമായിട്ട് കമ്പനം ചെയ്യുന്നത് വായു, ചട്ടക്കൂട്. ചെണ്ട, തുകൽ, മരം കൊണ്ടുണ്ടാക്കിയ ചട്ടക്കൂട്, ചെണ്ടയ്ക്കുള്ളിലെ വായുരൂപം. ഒരു ശബ്ദ സ്രോതസ്സിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദം സ്രോതസ്സിന്റെ പല ഭാഗങ്ങളിലും കമ്പനങ്ങളുടെയും ചുറ്റുമുള്ള വായുവിന്റെ കമ്പനങ്ങളുടെയും പരിണിത ഫലമായിട്ടാണ് നമുക്ക് ശ്രവിക്കാൻ കഴിയുന്നത്. സംഗീത ഉപകരണങ്ങളിൽ നിന്നുള്ള ശബ്ദം കൂടുതൽ ഇമ്പമുള്ളതാക്കുവാനും ശബ്ദത്തിന്റെ തീവ്രത വർദ്ധിപ്പിക്കുവാനും പ്രധാന ഭാഗത്തിന്റെയും അനുബന്ധ ഭാഗങ്ങളുടെയും കമ്പനം സഹായിക്കും. ശ്വാസനാളത്തിന്റെ മുകൾ ഭാഗത്തുള്ള സ്വനപേടകത്തിലെ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുമ്പോഴാണ് ശബ്ദമുണ്ടാകുന്നത്. ശ്വാസനാളത്തിന്റെ മുകൾ ഭാഗത്തുള്ള സ്വനപേടകത്തിലെ സ്വനതന്തുക്കൾ കമ്പനം ചെയ്യുമ്പോഴാണ് ശബ്ദമുണ്ടാകുന്നത്. വായുവിലൂടെ സഞ്ചരിച്ചാണ് ശബ്ദം നമ്മുടെ ചെവിയിലെത്തുന്നത്. ശൂന്യതയിലൂടെ സഞ്ചരിക്കാൻ ശബ്ദത്തിന് കഴിയില്ല. ഖരവസ്തുക്കളിലൂടെയും ശബ്ദം സഞ്ചരിക്കും. ശബ്ദത്തിന് വാതകങ്ങളിലൂടെയും ദ്രാവകങ്ങളിലൂടെയും ഖരവസ്തുക്കളിലൂടെയും സഞ്ചരിക്കാൻ സാധിക്കും. ശബ്ദപ്രേഷണത്തിന് മാധ്യമം ആവശ്യമാണ്. മാധ്യമവും 25 ഡിഗ്രി സെൽഷ്യസിലുള്ള ശബ്ദവേഗവും. അലൂമിനിയം 6423 മീറ്റർ/സെക്കൻഡ്, സ്റ്റീല് 5944 മീറ്റർ/സെക്കൻഡ്, കടൽ ജലം 1525 മീറ്റർ/സെക്കൻഡ്, ശുദ്ധജലം 1485 മീറ്റർ/സെക്കൻഡ്, ഹീലിയം 968 മീറ്റർ/സെക്കൻഡ്, വായു 347 മീറ്റർ/സെക്കൻഡ്. അലൂമിനിയം 6423 മീറ്റർ/സെക്കൻഡ്, വായു 347 മീറ്റർ/സെക്കൻഡ്. ഏറ്റവും ഇമ്പമാർന്ന സംഗീതം ലോകത്തെ കേൾപ്പിച്ച ബീഥോവൻ പ്രതികൂല ജീവിതാവസ്ഥകളിൽ പതറാതെ ആത്മവിശ്വാസവും ദൃഢനിശ്ചയവും കഠിനാധ്വാനവും കൊണ്ട് ജീവിതത്തിൽ മഹാവിജയം നേടാൻ കഴിയുമെന്ന് തെളിയിച്ച ഹെലൻ കെല്ലർ തുടങ്ങിയ അനേകം മഹത് വ്യക്തികൾ ശ്രവണ തകരാറുകളെ അതിജീവിച്ച് ജീവിത വിജയം നേടിയവരാണ്. ഓഡിയോമീറ്റർ ഉപയോഗിച്ചുള്ള കേൾവി പരിശോധനയിലൂടെ കേൾവിക്കുറവ് കണ്ടെത്താം. ക്രമമായ കമ്പനത്തോടെ ഉണ്ടാകുന്നതും കേൾക്കാൻ ഇമ്പമുള്ളതുമായ ശബ്ദത്തെ സംഗീതം എന്നും ക്രമരഹിതമായി കമ്പനം ചെയ്ത് ഉണ്ടാകുന്ന അരോചകകരമായ ശബ്ദത്തെ ഒച്ച എന്നും പറയുന്നു. മനുഷ്യരെയും മറ്റു ജീവജാലങ്ങളെയും ദോഷകരമായി ബാധിക്കുന്ന വിധത്തിൽ അസഹ്യവും അസ്വസ്ഥത ഉണ്ടാക്കുന്നതുമായ
അനാവശ്യവുമായ ശബ്ദ സൃഷ്ടിയാണ് ശബ്ദമലിനീകരണം. സൂര്യപ്രകാശം വിവിധ വർണ്ണങ്ങളായിട്ട് വേർപിരിയുന്നു. ഘടകവർണ്ണങ്ങൾ വയലറ്റ്, ഇൻഡിഗോ, നീല, പച്ച, മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് എന്ന ക്രമത്തിൽ കാണാൻ കഴിയുന്നു. ധവളപ്രകാശത്തിലെ ഘടകവർണ്ണങ്ങളുടെ ക്രമമായ വിതരണത്തെ വർണ്ണരാജി, സ്പെക്ട്രം എന്ന് പറയുന്നു. പ്രകാശരശ്മി പ്രിസത്തിലൂടെ കടന്നു പോകുമ്പോൾ അപവർത്തനം കാരണം പ്രിസത്തിന്റെ രണ്ട് വശങ്ങളിലും വെച്ച് ദിശാവ്യതിയാനം സംഭവിക്കുന്നുണ്ട്. ഏറ്റവും തരംഗദൈർഘ്യം കൂടിയ നിറം ചുവപ്പ്, കുറഞ്ഞു വരുന്ന ക്രമം ചുവപ്പ്, ഓറഞ്ച്, മഞ്ഞ, പച്ച, നീല, ഇൻഡിഗോ, വയലറ്റ്. വ്യത്യസ്ത വർണ്ണങ്ങൾ ചേർന്നുണ്ടാകുന്ന പ്രകാശമാണ് സമന്വിത പ്രകാശം. ഒരു സമന്വിത പ്രകാശം ഘടകവർണ്ണങ്ങളായിട്ട് വേർപിരിയുന്ന പ്രതിഭാസമാണ് പ്രകാശ പ്രകീർണനം. സൗരവികിരണങ്ങൾ ശൂന്യതയിലൂടെയും വായുവിലൂടെയും ശരാശരി 15 കോടി കിലോമീറ്റർ ദൂരം സഞ്ചരിച്ചാണ് ഭൂമിയിലെത്തുന്നത്. ഇവ വായുവിലൂടെ സഞ്ചരിക്കുന്ന ദൂരം ശൂന്യതയെ അപേക്ഷിച്ച് വളരെ കുറവാണ്. ദൃശ്യപ്രകാശം, ഇൻഫ്രാറെഡ് വികിരണങ്ങൾ, അൾട്രാവയലറ്റ് വികിരണങ്ങൾ തുടങ്ങിയവയ്ക്ക് സഞ്ചരിക്കാൻ മാധ്യമം ആവശ്യമല്ല. ഇവ ശൂന്യതയിലൂടെ സെക്കൻഡിൽ 3 ലക്ഷം കിലോമീറ്റർ 3 × 10⁸ മീറ്റർ/സെക്കൻഡ് വേഗത്തിൽ സഞ്ചരിക്കുന്നു. ഇത്തരത്തിലുള്ള വികിരണങ്ങളാണ് വൈദ്യുതകാന്തിക വികിരണങ്ങൾ അഥവാ ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻസ്. വൈദ്യുതകാന്തിക വികിരണങ്ങളുടെ ക്രമമായ വിതരണത്തെ വൈദ്യുതകാന്തിക സ്പെക്ട്രം എന്ന് വിളിക്കുന്നു. ചുവപ്പ്, പച്ച, നീല എന്നിവ ഉപയോഗിച്ച് ധവളപ്രകാശം മാത്രമല്ല മറ്റെല്ലാ വർണ്ണപ്രകാശങ്ങളും ഉണ്ടാക്കാം. അതിനാൽ ഈ വർണ്ണങ്ങളെ പ്രാഥമിക വർണ്ണങ്ങൾ എന്ന് വിളിക്കുന്നു. ഏതെങ്കിലും രണ്ട് പ്രാഥമിക വർണ്ണപ്രകാശങ്ങൾ ചേർന്നുണ്ടാകുന്ന വർണ്ണപ്രകാശമാണ് ദ്വിതീയ വർണ്ണം അഥവാ സെക്കൻഡറി കളർ. സോഡിയം വേപ്പർ ലാമ്പിൽ നിന്ന് ലഭിക്കുന്ന മഞ്ഞപ്രകാശം സമന്വിത പ്രകാശമല്ല. അതിനാൽ ചുവപ്പും പച്ചയും നിറത്തിലുള്ള വസ്തുക്കൾ ഈ പ്രകാശത്തിൽ ഇരുണ്ടതായി കാണപ്പെടുന്നു. നീല, പച്ച, ചുവപ്പ് എന്നിവ ചേർന്നാൽ ധവളപ്രകാശം ലഭിക്കുന്നു. നീല, പച്ച എന്നിവ ചേർന്നാൽ സയൻ, പച്ച, ചുവപ്പ് എന്നിവ ചേർന്നാൽ മഞ്ഞ, നീല, ചുവപ്പ് എന്നിവ ചേർന്നാൽ മജന്ത. നാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു വസ്തുവിനെ നമ്മുടെ ദൃഷ്ടിപടത്തിൽ നിന്ന് മാറ്റിയാലും അതിൻ്റെ ദൃശ്യാനുഭവം ഏകദേശം 1/16 സെക്കൻഡ് സമയത്തേക്ക് നിലനിൽക്കും. ഈ പ്രതിഭാസമാണ് വീക്ഷണ സ്ഥിരത അഥവാ പെർസിസ്റ്റൻസ് ഓഫ് വിഷൻ. അപ്പോൾ ഇത്രയും പാർട്ടാണ് നമ്മുടെ PSCക്ക് വേണ്ട SCERT ഫിസിക്സിൽ നിന്നുള്ള ഭാഗങ്ങൾ. അപ്പോൾ ഇതിൽ ഞാൻ എല്ലാ 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളും ടോപ്പിക് വൈസ് എടുക്കുകയാണെങ്കിൽ എനിക്കറിയാം നിങ്ങൾക്കത് കണ്ടു തീർക്കാൻ പ്രയാസകരമാണ്. അതുകൊണ്ട് കുറേ എഫേർട്ട് ഇട്ടിട്ടാണ് ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ട പാർട്ട് ബോക്സുകളും മെയിൻ കണ്ടൻറ്റ് ഉൾപ്പെടുത്തിയിട്ട് ഇങ്ങനെ ഒരു വീഡിയോ ഞാൻ ക്രോഡീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ സമയം വളരെ വിലപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രിസൈസ് ആയിട്ട് ക്ലാസ് എടുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. ഇത് ഞാനൊരു കമൻറ്റിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്തതാണ്. ഫിസിക്സിൻ്റെ ക്ലാസ് എടുക്കാമോ എന്ന എൻ്റെ ഇതിന് മുൻപുള്ള ബയോളജിയുടെ മാരത്തോണിൽ അന്ന് ചോദിച്ച ഉദ്യോഗാർത്ഥിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ക്ലാസ് പ്രത്യേകമായിട്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ സീരീസിൽ നമ്മുടെ പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആയിട്ടുള്ളത് SCERT സീരീസും അതുപോലെ തന്നെ റാങ്ക് മേക്കിംഗ് ഡെയിലി MCQ പ്രാക്ടീസ് സെക്ഷനുമാണ്. അത് രണ്ടും നിങ്ങൾ ഫോളോ ചെയ്യാം. അതുപോലെ ഇനി ഏത് വിഷയത്തിൻ്റെ SCERT മാരത്തോണാണ് നിങ്ങൾക്ക് വേണ്ടത് എന്നത് കമൻറ്റ് ചെയ്യുക. നമ്മളുടെ എല്ലാ വീഡിയോയും കണ്ട് നിങ്ങൾ നല്ലൊരു ഉയർന്ന റാങ്കിലേക്ക് എത്താൻ വേണ്ടി അത് നിങ്ങളെ സഹായിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോസ് എല്ലാം കാണുക, സപ്പോർട്ട് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.